നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ ശമരിയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് വയനാട് ജില്ലയിൽ തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് കാപ്പാട്ടുമല പാറത്തോട്ടം താമസിക്കുന്ന സോജി എന്ന് വിളിക്കുന്ന സെബാസ്റ്റ്യൻ AK. ഇദ്ദേഹം വൃക്കരോഗിയായ 38 വയസ്സുള്ള ഒരു യുവാവാണ്. 2 വൃക്കകളും തകരാറായതിനെ തുടർന്ന് ചികിത്സയിലാണ്. ഭാര്യയും 4ഉം 2ഉം വയസ്സുള്ള 2 കുട്ടികളും ഭാര്യയുടെ പ്രായമായ മാതാപിതാക്കളും അടങ്ങുന്നതാണ് സോജിയുടെ കുടുംബം. എൻ്റെ പേര് സെബാസ്റ്റ്യൻ, സോജി എന്ന് വിളിക്കും. ഞാൻ വയനാട് ജില്ലയിൽ തവിഞ്ഞാൽ പഞ്ചായത്തിൽ പാറത്തോട്ടത്തിൽ താമസിക്കുന്നു. എനിക്ക് ഭാര്യയും 2 മക്കളുണ്ട്. ഭാര്യയുടെ പേര് ബെൻസി, എൻ്റെ മകൻ്റെ പേര് ഡിയോൺ, എൻ്റെ മകളുടെ പേര് ദിവാനിയ. 4ഉം 2ഉം വയസ്സുള്ള മക്കളാണ്. എനിക്ക് കിഡ്നി അസുഖമായിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷമായി ഡയാലിസിസ് ചെയ്ത് വരികയാണ്. എൻ്റെ വിവാഹം കഴിഞ്ഞ് 2018 നവംബർ 26-നായിരുന്നു. അത് കഴിഞ്ഞ് 2019 എനിക്ക് പ്രഷർ കൂടുകയും ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 18 ദിവസം അഡ്മിറ്റ് ആവുകയും ചെയ്തു. അതിന് ശേഷം മൂത്രത്തിൽ പതയുണ്ടാവുകയും തളർച്ചയും ഛർദിയായിരുന്നു. 2024 ജൂലൈയിലാണ് ഈ കിഡ്നി സംബന്ധമായിട്ട് അസുഖം തുടർന്നത്. വേദനയോടുകൂടി ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും എലിപ്പനി ബാധിച്ചെന്നറിയുകയും പിന്നീട് എനിക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റ് പറയുകയും ചെയ്തു. എൻ്റെ ഫാദറിൻ്റെ കിഡ്നി തരാമെന്ന് ഏറ്റിരിക്കും. പിന്നെ ടെസ്റ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ കിഡ്നി കല്ലുണ്ടാകുകയും ഏജിൻ്റെ ഒരു വിഷയം വന്നു. അമ്മ നിത്യരോഗി ആയതുകൊണ്ട് കിഡ്നി ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. പണിയെടുത്ത് കുടുംബം നോക്കിയിരുന്നതാണ്. ഇപ്പോൾ അസുഖം മൂലം അതിന് പോകുവാൻ പറ്റാത്ത സ്ഥിതിയാണ്. 2018 സോജിയുടെ വിവാഹം. 2019 പ്രഷർ കൂടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. 18 ദിവസം അവിടെ കിടന്നു. മൂത്രത്തിൽ പത, തളർച്ച, ഛർദിൽ എന്നിവ വന്നു. 2024 എലിപ്പനി വന്നു. അതോടുകൂടി കാര്യങ്ങൾ കൂടുതൽ പ്രശ്നമായി. വൃക്കകൾ 2ഉം തകരാറിലായി. എൻ്റെ വീട് വയനാട്ടിലാണ്. അവിടുന്ന് ഹോസ്പിറ്റലിൽ പോകാനുള്ള ദൂരവും ബുദ്ധിമുട്ടും കാരണം ഞാൻ കുറ്റ്യാടിയിൽ പെങ്ങളുടെ വീട്ടിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ കൂടപ്പറപ്പായിട്ട് പെങ്ങൾ മാത്രമേ ഉള്ളൂ. പെങ്ങളാണ് എന്നെ ആശുപത്രിയിൽ കൊണ്ടുവന്നതും ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതും. ഇവിടുന്ന് ഹോസ്പിറ്റലിലോട്ട് പോകാൻ എളുപ്പമായതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അപ്പം അപ്പനും അമ്മയും എൻ്റെ ഭാര്യയും മക്കളും ഇവിടെ തന്നെയാണ് താമസം. പിന്നെ ട്രാൻസ്പ്ലാന്റിനായിട്ട് പുറത്തുനിന്ന് നോക്കണമെങ്കിൽ 10-35 ലക്ഷം രൂപ ചിലവ് വരും. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഞങ്ങളെ സഹായിക്കാനായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ യാചിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ പിതാവ് ഒരു ശ്വാസമുട്ടൽ രോഗിയാണ്. കൂടാതെ വൃക്കയിൽ കല്ലിന്റെ അസുഖവുമുണ്ട്. ഇദ്ദേഹത്തിന്റെ അമ്മ 35 വർഷമായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിത്യരോഗിയാണ്. 10 സെന്റ് സ്ഥലത്തിൽ ഒരു ചെറിയ വീടാണുള്ളത്. അമ്മയുടെ അസുഖത്തെ തുടർന്ന് സ്ഥലത്തിന്റെ പ്രമാണം ഭൂപണയ ബാങ്കിൽ പണയത്തിലാണ്. മുതലും പലിശയും തിരിച്ചടയ്ക്കാൻ സാധിക്കാത്തതുകൊണ്ട് ബാങ്ക് ജപ്തി നോട്ടീസ് അയച്ചിരിക്കുകയാണ് എന്നാണ് സോജി വിഷമത്തോടെ പറയുന്നത്. ഞാൻ നിത്യരോഗിയാണ്. ചേട്ടനും അതുപോലാണ് നിത്യരോഗിയാണ്. പിന്നെ ഭാര്യയും അവന് 2 മക്കളുമുണ്ട്. ചെറിയ മക്കളാണ്. ഇവിടെ വന്നതിൻ്റെ കാരണം മോളാണ് കൊണ്ടു നടക്കാനുള്ളതാണ്.
അതുകൊണ്ടാണ് ഞങ്ങളിങ്ങ് പോകുന്നത്. എനിക്ക് 22 വർഷമായി പിത്തസഞ്ചി എടുത്താൽ കഴിഞ്ഞപ്പോൾ തുടങ്ങി കാലിന് ബലക്കുറവും ഞരമ്പ് തടിച്ചു വരുമായിരുന്നു. അതിനുള്ളിലാണ് വിഷമങ്ങൾ. അപ്പോൾ അതുകൊണ്ട് കുറേ പൈസകളും കാര്യങ്ങളും ഒക്കെ ചിലവായി. അങ്ങനെ ബുദ്ധിമുട്ടി ജീവിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അറിയുന്നത്. പണിക്ക് പോകാനൊന്നും പറ്റിയതാത്ത ശരിയാണ്. ഒരു വർഷമായി ഡയാലിസിസ് തുടങ്ങിയിട്ട്. ഡോക്ടർ ട്രാൻസ്പ്ലാന്റേഷനാണ് പറഞ്ഞിരിക്കുന്നത്. ട്രാൻസ്പ്ലാന്റേഷനായി ബന്ധുക്കളുടെ കിഡ്നി കിട്ടുവാൻ സാധ്യതയില്ല. അച്ഛൻ കൊടുക്കുവാൻ തയ്യാറാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ അസുഖം മൂലം അത് സാധ്യമല്ല. ഇപ്പോൾ പുറത്തുനിന്നും സ്വീകരിക്കണം. അതിന് 25 ലക്ഷത്തോളം രൂപ ചിലവ് വരുമെന്നാണ് പറയുന്നത്. എൻ്റെ പേര് ബിൻസി. ഞാൻ സോജീൻ്റെ വൈഫാണ്. ഞങ്ങളെ കല്യാണം കഴിഞ്ഞ 2018 നവംബർ 26-നാണ്. കല്യാണം കഴിഞ്ഞു ഒരു 1.5 മാസം കഴിഞ്ഞപ്പോൾ ചേട്ടയ്ക്ക് പെട്ടെന്ന് ഒരു പ്രഷർ കൂടി തലയ്ക്ക് ഒരു വേദന ബുദ്ധിമുട്ടൊക്കെ ആയിട്ടാണ് ഞങ്ങൾ സെൻറ് ജോസഫിൽ കാണിച്ചു. അവിടെ നിന്ന് അവർ പറഞ്ഞു കോഴിക്കോട് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ കോഴിക്കോട് കൊണ്ടുപോയി കുറച്ച് ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ അവർ പറഞ്ഞു സ്ട്രോക്കിൻ്റെ ആരംഭം, ഒരു വശം തളർന്നു പോകും പ്രഷർ കൂടിക്കഴിഞ്ഞാൽ എന്നാണ്. അങ്ങനെയൊക്കെ പറഞ്ഞു. കുറേ ടെസ്റ്റും കാര്യങ്ങളും MRI കുറേ അവിടെ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് പറഞ്ഞു വിട്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് അവർ ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു കിഡ്നിയുടെ കംപ്ലൈൻറ്റിന് ആരംഭം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ അത് നമ്മൾ ശ്രദ്ധിച്ചില്ല. പിന്നെ വീട്ടിൽ വന്നു. ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കുമ്പോൾ ഇങ്ങനെ പത വരുന്നുണ്ടായിരുന്നു, വല്ലാണ്ട് ക്ഷീണം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചേട്ടാ വെൽഡിങ്ങിൻ്റെ പണിയായതുകൊണ്ട് വെയിലിൻ്റെ ബുദ്ധിമുട്ടും ഭയങ്കര അതുകൊണ്ടാണ് വരുന്നത്. ഇടയ്ക്ക് ഞരമ്പൊക്കെ തടിച്ചു പൊന്തു. അങ്ങനെയാന്ന് പറഞ്ഞു. അപ്പോൾ ബുദ്ധിമുട്ട് വരുമ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നു, ഇഞ്ചക്ഷൻ ട്രിപ്പ് എടുക്കുന്നു, വീട്ടിലോട്ട് വരുന്നു എന്നല്ലാതെ വേറൊന്നും ചെയ്തില്ല. പിന്നെ 2024-ലാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് കണ്ടുപിടിക്കുന്നത്. കിഡ്നിക്ക് കംപ്ലൈൻ്റ് ആണ്. കോഴിക്കോട് കുറേ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടുപിടിക്കുന്നത്. തീരെ വയ്യാതായി പോയായിരുന്നു. എലിപ്പനി വന്നു. അപ്പോൾ അതിൻ്റെ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ചേട്ടയ്ക്ക് അറിയുന്നത്. ഇപ്പോൾ സോജിയും കുടുംബവും കുറ്റ്യാടിയിലുള്ള സഹോദരിയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. വയനാട്ടിൽ നിന്നും സ്ഥിരമായി കോഴിക്കോട് വന്ന് ഡയാലിസിസ് ചെയ്യുവാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നിന്നാണ് ചികിത്സ തുടരുന്നത്. 2 കുഞ്ഞു കുട്ടികളും ഭാര്യയും മാതാപിതാക്കളും അടങ്ങിയ ഈ കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് സോജി. എന്നാൽ ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഈ രോഗം ഇവരുടെ സ്വപ്നങ്ങളുടെ നിറം കെടുത്തിക്കളഞ്ഞു. എനിക്ക് ചേട്ടയ്ക്ക് 2 കുഞ്ഞുങ്ങളാണ്. മോന് 4 വയസ്സ്, മോക്ക് 2 വയസ്സ്. കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നേ ഉള്ളൂ. ചേട്ടയ്ക്ക് പണിക്കാൻ പറ്റാത്തൊരവസ്ഥയല്ല. എനിക്കിപ്പോൾ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് പോകാൻ പറ്റുന്ന കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഒരു വലുതായി കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പോൾ എല്ലാം കൊണ്ട് ബുദ്ധിമുട്ടാണ്. പപ്പയ്ക്കും അമ്മയ്ക്കും പറ്റുന്നില്ല. പപ്പയുടെ കിഡ്നി നോക്കിയായിരുന്നു ചേട്ടയ്ക്ക് പറ്റുമെന്ന്. ടെസ്റ്റൊക്കെ കഴിഞ്ഞപ്പോഴാണ് പൂന്തൃപ്തി കല്ലുണ്ടെന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. പിന്നെ അമ്മയുടെ പറ്റില്ല, ചേച്ചിയുടെ നമുക്ക് പറ്റില്ല. ചേച്ചിക്കും 3 മക്കളാണ് അവർക്കും. അപ്പോൾ അവരുടെ കാര്യം നോക്കുന്നുണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. എല്ലാവരും സഹായിക്കണം. ചേട്ടയാണ് ഞങ്ങളുടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ചേട്ടയാണ്. ചേട്ടയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 1 മാസമായിട്ട് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആഴ്ചയിൽ ആദ്യം 3 പറഞ്ഞത്. ഇപ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് കൊണ്ട് പോയി വരാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് ഒരു 2 വട്ടം പറഞ്ഞു ആഴ്ചയിൽ. ഇപ്പോൾ ഇന്ന് പോകണം, ഇന്ന് വൈകുന്നേരം ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. ഡയാലിസിസ് ചെയ്താലും തീരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ആകെ പുള്ളിക്ക് ഭയങ്കര ക്ഷീണമാണ്. രാവിലെ ആയാലും രാത്രി ആയാലും വയറുവേദനയും, രാത്രിയിലൊക്കെ ഇരിപ്പാണ്. തീരെ പറ്റാത്തൊരവസ്ഥയാണ്. കിഡ്നി മാറ്റി വെക്കാൻ പറഞ്ഞായിരുന്നു. ഇപ്പോൾ അതിന് മാച്ചുള്ളതൊന്നും കിട്ടിയിട്ടില്ല. മാറ്റി വെക്കണമെങ്കിൽ തന്നെ 10-35 ലക്ഷം രൂപ ചിലവ് വരും. അപ്പം അത് നമുക്ക് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയല്ല ആണ്. യാതൊരു വരുമാനവുമില്ലാത്ത ഈ അവസ്ഥയിൽ യാതൊരു മാർഗവും കാണാതെ വിഷമിക്കുകയാണ് ഈ കുടുംബം. ഈ അവസ്ഥയിലാണ് ഇവർ ഗുഡ്നസ് ടിവിയെ സമീപിച്ചത്. സുമനസ്സുകളായ ഗുഡ്നസ് ടിവി പ്രേക്ഷകരുടെ സഹായ സഹകരണങ്ങളിലും പ്രാർത്ഥനയിലുമാണ് ഇവർ ഇപ്പോൾ പ്രത്യാശയർപ്പിക്കുന്നത്.
ഇതാണ് ഞങ്ങൾ 2 മക്കള്. ഇവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ചേട്ടായിലൂടെയാണ്. ഇപ്പം ചേട്ടായിക്ക് ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. ഡയാലിസിസ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള സാമ്പത്തിക സ്ഥിതിയിലല്ല ഞങ്ങളുള്ളത്. 2 കുഞ്ഞുങ്ങളെ പഠിത്തവും എല്ലാം കൂടി വരുമ്പോഴേക്കും ഞങ്ങൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും വരുന്നുണ്ട്. നിങ്ങളെ ഗുഡ്നസ് TV കാണുന്ന എല്ലാവരും പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കണം. അതുപോലെ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. നിങ്ങളുടെയൊക്കെ സഹായത്തോടെയാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഈ കുടുംബത്തിൻ്റെ ഈ ദുഃഖസ്ഥിതിക്ക് ആശ്വാസമാകുവാൻ ഗുഡ്നസ് TVയുടെ നല്ലവരായ പ്രേക്ഷകർക്ക് കഴിയുമാറാകട്ടെ. നിറം നഷ്ടപ്പെട്ട ഇവരുടെ സ്വപ്നങ്ങൾക്ക് നമ്മളുടെ സഹായ സഹകരണങ്ങൾ കൊണ്ട് നിറം നൽകുവാൻ കഴിഞ്ഞാൽ അത് ദൈവസ്നേഹത്തിൻ്റെ ഒരു പ്രതിഫലനമായി മാറും. ഇത്തരം സന്ദർഭങ്ങൾ സൃഷ്ടിക്കുന്ന ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്ന പ്രേക്ഷകർ സമക്ഷം ഇവരുടെ അപേക്ഷകൾ സവിനയം സമർപ്പിക്കുന്നു. സസ്നേഹം, ശമരിയൻ. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ഫിലിപ്പ് നെടുന്തുരുത്തിൽ VC, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 048027000893. മൊബൈൽ 9446143727. ഇമെയിൽ samarian.divinevision@gmail.com. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് TVയുടെ സമറിയാൻ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ എബിൻ ബാബു എന്ന സഹോദരന് വേണ്ടി സമാഹരിച്ച ചികിത്സാ സഹായ നിധി കൈമാറുന്നതിനാണ് ഞാനിപ്പോഴും നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. അത് സ്വീകരിക്കാനായിട്ട് എൻ്റെ വലതുവശത്ത് നിൽക്കുന്നത് എബിൻ ബാബുവിൻ്റെ അമ്മ എൽമിയാണ്. എബിൻ ബാബു 32 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. 6 മാസം മുമ്പ് അദ്ദേഹത്തിന് ഒരു കാർ ആക്സിഡൻ്റ് ഉണ്ടായി. അതിൻ്റെ ഫലമായിട്ട് സീരിയസ് ആയ അവസ്ഥയിലേക്ക് വരികയും ആശുപത്രിയിൽ അനേകം നാൾ കിടക്കുകയുമൊക്കെ ചെയ്യുകയുണ്ടായി. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തിന് പതുക്കെ നടക്കാൻ പറ്റുമെങ്കിലും സംസാരശക്തിയില്ല, അതുപോലെ തന്നെ ഓർമ്മശക്തിയും വളരെ കുറവാണ്. അവർ മുരിങ്ങൂർ സ്വദേശികളാണ്. അവർക്ക് വരുമാനമൊന്നുമില്ല. അവൻ്റെ പിതാവിന് പ്രത്യേക ജോലിയൊന്നുമില്ല. അങ്ങനെ വളരെ കഷ്ടത അനുഭവിക്കുന്ന ഒരു കുടുംബമാണ് അവരുടേത്. ഈ അവസരത്തിലാണ് ഗുഡ്നസ് TV അവരെക്കുറിച്ച് അറിയുവാനും ഈ എബിൻ ബാബുവിൻ്റെ അവസ്ഥ പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാനും ശ്രമിച്ചത്. അതിൻ്റെ ഫലമായിട്ട് ഏകദേശം 1,60,000 രൂപ സമാഹരിക്കാനായിട്ട് ഗുഡ്നസ് TVക്ക് സാധിച്ചു. ആ തുക ഇപ്പോൾ ഗുഡ്നസ് TVയുടെ പേരിൽ, ഗുഡ്നസ് TVയുടെ എല്ലാ നല്ല പ്രേക്ഷകരുടെയും പേരിൽ എബിൻ ബാബുവിൻ്റെ അമ്മ എൽമിക്ക് ഞാനിപ്പോൾ കൈമാറുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് TVയുടെ പേരിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം ഞാൻ നന്ദി പറയുകയാണ്. എബിൻ ബാബുവിൻ്റെ അവസ്ഥ ഗുഡ്നസ് TVയിലൂടെ പരിചയപ്പെടുത്തിയപ്പോൾ നിങ്ങൾ അത് നിങ്ങളുടെ ഒരു ആവശ്യമായിട്ട് കണ്ട് അവരെ സഹായിക്കുന്നതിനായിട്ട് മുന്നോട്ട് വന്നു. എപ്പോഴൊക്കെ ഗുഡ്നസ് TV ഇതുപോലെയുള്ള ആവശ്യങ്ങളുമായിട്ട് നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം നിങ്ങൾ വളരെ കാര്യമായിട്ട് സ്വീകരിക്കുകയും വളരെ നിർലോഭമായിട്ട് സഹായിക്കുന്നതിന് തയ്യാറാകുകയും ചെയ്തു. അതുകൊണ്ടാണ് എല്ലാ ആഴ്ചയും ഇതുപോലെ ആളുകളെ സഹായിക്കുന്നതിന് പണം കൊടുക്കുന്നതിനായിട്ട് ഗുഡ്നസ് TVക്ക് സാധിക്കുന്നത്. നിങ്ങളെല്ലാവരെയും നന്ദിപൂർവ്വം ഓർക്കുകയും ദൈവസമക്ഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അധ്വാനിക്കാനായിട്ടുള്ള ശക്തിയും മനസ്സും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. ആയുസ്സും ആരോഗ്യവും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും പൈശാചികമായ ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ നൽകി ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഈ എബിൻ ബാബുവിനെ നമുക്ക് ഓർക്കാം. നമ്മൾ സഹായം കൊടുത്തു കഴിഞ്ഞാലും നമ്മുടെ പ്രാർത്ഥനയിൽ അദ്ദേഹത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എത്രയും പെട്ടെന്ന് രോഗസൗഖ്യവും ആരോഗ്യവും നൽകി ദൈവം വീണ്ടും നല്ല ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവരണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ഗുഡ്നസ് TVയുടെ എല്ലാ നല്ല പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം നന്ദി. എൻ്റെ മകൻ എബിൻ ബാബുവിന് ചികിത്സാ സഹായം ചെയ്ത ഗുഡ്നസ് പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു.